ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷത്തിലാട്ടെ, കാരണം ഞാനൊരു കടുത്ത മമ്മൂക്ക ഫാനാണ്. ഒരുവിധം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ എൻ്റെ 4ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് അദ്ദേഹത്തോടുള്ള ഒരു അതിയായ ഒരു ഇഷ്ടം. അദ്ദേഹത്തിൻ്റെ അഭിനയത്തോടും അതിനുപരി അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയോടും വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. ഇന്നലെ നമുക്കറിയാം, അദ്ദേഹം ഒരു വലിയൊരു അസുഖം മാറിയിട്ട് അതിൽ നിന്നും ഭേദപ്പെട്ട് ഇപ്പോൾ സിനിമകളൊക്കെ ചെയ്തു വരുന്ന ഒരു ടൈമാണ്. ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ആരോഗ്യവാനായ ടൈമിൽ ചെയ്തിരുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി ഇന്നലെ അദ്ദേഹം 6000-ഓളം വരുന്ന ആരാധക വൃന്ദത്തിന് വേണ്ടി ഘട്ടങ്ങളിലായിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. ബാക്കിയുള്ള ജില്ലകൾ ഇനി വരുമോ ഇതുപോലൊരു നക്ഷത്രം, ഞങ്ങളുടെ നെഞ്ചിനുള്ളിൽ വാഴും ധ്രുവനക്ഷത്രം. ഇനി വരിലിനി ഇതുപോലൊരു മാണിക്യം, ഞങ്ങളുടെ നെഞ്ചിനുള്ളിൽ വാഴും രാജമാണിക്യം. നമ്മുടെ അദ്ദേഹം പരുക്കനാണ്, അദ്ദേഹം ആരെയും ഇഷ്ടപ്പെടുന്നതല്ല, എല്ലാവരും മാട്ടിപ്പോയി അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലത്ത് നിന്ന് അങ്ങനെ അതൊക്കെ വെറൊരു കിംവദന്തി. കാരണം അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ്. ഞാനും അദ്ദേഹത്തോടു കൂടെ ഫോട്ടോ എടുത്ത് ഒരുപാട് തവണ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സമീപനം, അദ്ദേഹം സ്ട്രെയിറ്റ് ഫോർവേഡ്, അതായത് മനസ്സിലൊന്ന് വെച്ചിട്ട് നമുക്ക് പുറത്തൊന്ന് കാണിക്കുന്ന ഒരു കപട മുഖമുള്ള ഒരു താരമല്ല അദ്ദേഹം. പല ആളുകളുണ്ട്, പല സിനിമാ നടന്മാരുണ്ട്, പല മന്ത്രിമാരൊക്കെ ഉണ്ട്. മനസ്സിലൊന്ന് വെക്കും, പുറത്ത് വേറൊന്ന് കാണിക്കും. അങ്ങനെയുള്ള കള്ളന്മാരെ തിരിച്ചറിയണം. കാരണം ഇദ്ദേഹം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പം നമ്മളെപ്പോലെ സാധാരണ, കാരണം നമുക്ക് നമ്മൾ ദേഷ്യപ്പെടും, സ്നേഹം വന്നാൽ നമ്മൾ ചിരിക്കും, സന്തോഷിക്കും, സംസാരിക്കും. അങ്ങനെ ഒരു പ്രകൃതി. കാരണം അദ്ദേഹത്തിന് പറ്റാത്തൊരു കാര്യം, ഒരു പ്രവൃത്തി ഉണ്ടാകുമ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ ഷൗട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കാര്യം പറയും. അല്ല, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവരെ ഉയർത്തി കൊണ്ടുവരുന്ന ഒരു പ്രത്യേക ഒരു സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യം. അല്ലാതെ ഈ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഭംഗിവാക്കും കാര്യങ്ങളും പറയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയല്ല അദ്ദേഹം. അദ്ദേഹത്തിന് എല്ലാം സ്ട്രെയിറ്റാണ്, കാര്യങ്ങളെല്ലാം തുറന്ന് ഓപ്പൺ മൈൻഡിൽ പറയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തെ ഇഷ്ടം. കാരണം എല്ലാം അദ്ദേഹം മുഖത്ത് നോക്കി കറക്റ്റ് അതിൻ്റെ കാര്യങ്ങൾ, അതും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ തീരുമാനമുള്ളൊരു വ്യക്തി. അല്ലാതെ പല ആളുകളെ പോലെ അവിടെ ഇവിടെയും പറയുന്ന ആ ഒരു തീരുമാനത്തിൻ്റെ ഒരു ഉടമയല്ല അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തിൻ്റെ അസുഖം നമുക്കൊക്കെ അറിയാം. അദ്ദേഹം ക്യാൻസർ ബാധിതനായിരുന്നു. അതൊക്കെ തരണം ചെയ്ത് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വരാൻ പോകുന്ന സിനിമയാണ് പാട്രിയോട്ട്. ഈ വരുന്ന ഏപ്രിൽ 23 ലോകമെമ്പാടും വൻ റിലീസായിട്ട് നമ്മുടെ ലാലേട്ടൻ അതിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്നുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, ചാക്കോച്ചനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ ഏപ്രിൽ 23 റിലീസാവാൻ പോകും. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ഒരു പ്രൊമോഷനും കാര്യങ്ങളും, ഈ ഫോട്ടോ എടുപ്പൊക്കെ. അതും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ മെമ്പർമാരെ മാത്രമല്ല, അവരുടെ കുടുംബങ്ങളല്ലാത്തവർ ഒരുപാട്, അതും കുട്ടികളോടൊക്കെ അദ്ദേഹം പെരുമാറുന്ന രീതി കാണുമ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. വളരെ സന്തോഷമുള്ള ഒരു സംഭവം ഉണ്ടായി. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സമീപനം ഇനിയും അതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ, നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. എന്തായാലും അദ്ദേഹത്തിന് പടച്ചവൻ ദീർഘായുസ് കൊടുക്കട്ടെ. കാരണം അത്രത്തോളം നല്ലൊരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്തവന്മാരാണ് ഓരോന്നിങ്ങനെ ഇറക്കി ഇങ്ങനെ ചെയ്യുന്നത്. അദ്ദേഹത്തെ അറിയുന്നവർക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. എന്തായാലും വളരെ സന്തോഷം.